ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. ഏട്ടാ ചേരാൻ അല്ല കിന്നക്കോര, സൂര്യന് ദിക്കാത്ത ഗ്രാമം എന്നറിയപ്പെടുന്ന കിന്നക്കോരയിലേക്ക്. അത് മാത്രമല്ല രണ്ടാൾക്കാരും പാടെ ഉണ്ട്. മനസ്സിലാം, രാത്രി ടെന്റ് സ്റ്റേ ഒക്കെ ഉണ്ട്. അതൊക്കെ വരും വീഡിയോയിൽ. ഓക്കെ, ആണുള്ളത്. ബാക്കി വിശേഷങ്ങൾ തന്നെ. 2 പേരുണ്ട് എന്ന് പറഞ്ഞവരാണ് ഗൈസ്. വേറെ 2 പേർ ഒന്ന് പരിചയപ്പെടുത്തു. എന്താ പറയുന്നതിന്? യൂനസ് അലി. അവൻ 16-ാം തീയതി പോവാണ് ഗൈസ്. അങ്ങനെ വയനാട് ചുരം കയറൽ തുടങ്ങിയിരിക്കുന്നു. മുന്നിൽ പോണ കണ്ടതേക്കും വഴിയെ കാണിച്ചത്. കുറേ പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വയനാട്ടിൽ നല്ല കോടയാണ്. എന്തോ ഇനി അങ്ങോട്ടുള്ള കാഴ്ച എന്താണെന്ന് അറിയില്ല. എന്തായാലും അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് നല്ല കോടുണ്ട്. നാലാവളം എത്തിയിട്ടുള്ളൂ. നല്ല പ്രേമത്. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഷഹീറിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകണ വഴിയാണിത്. ഇത് മനോഹരമായ ഗ്രാമം അല്ലേ? നല്ല നടപ്പാതകളും ഒക്കെ ആയിട്ട് ഉഷാറാണ്. ഓ, അവിടെ ഒരു വാരിക്കും മിസ്സായി. ഞാൻ തിരിച്ച് പോകുമ്പോൾ നോക്കുക കൈയാണെങ്കിൽ. നോക്ക് ഗൈസ്, വയനാട് ഇതിനുള്ളിലെ ഒരു അടിപൊളി നൈസ് ഹോമാണ് ഗൈസ്. നോക്കൂ, നല്ല പൂക്കളും ശലഭങ്ങളും എല്ലാമുള്ള സുന്ദരമായ അല്ലേ? എന്താ പറയാ ഇതിനെ പറ്റി? നല്ല അഭിപ്രായം അല്ലേ? നല്ലൊരു ദൈവനാണ് ചെയ്തത്. അളിയൻ്റെ അമ്മായിൻ്റെ ഓക്കെ. ഊട്ടിയിലെത്തും നമ്മള് പിന്നക്കോര. ഞങ്ങൾ അവൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ യാത്ര ആരംഭിച്ചു. അടിപൊളി അടിപൊളി. വയനാട് വിട്ടു പോവാണ്. നേരെ ഇരട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. നല്ല കോടയാണ്. കോട ഇരിക്കുകയാണ്. നല്ല നല്ല കോട കേസ്. ഇത്ര നല്ലൊരു വിഷ്വല് കിട്ടുമെന്ന് തോന്നുന്നില്ല. നല്ല കോടയാണ് ഇപ്പോ. ചുറ്റുഭാഗത്തും വണ്ടിയൊന്നും കാണുന്ന പോലുമില്ല. അടിപൊളി കോട. അന്റാർട്ടിക്ക മാറി നിൽക്കൂലേ? ഉഷാറ് ഒന്നും പറയാല്ല. സുഹൃത്തുക്കളെ നോക്കൂ, വളരെ ലാഗായി ഞങ്ങൾ എത്താൻ. കുറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കിട്ടി. ഇപ്പം നമ്മളടുത്ത് കൂടല്ലൂർ എത്താനായി. അതിന് കുഴപ്പമില്ല. ഇനി എവിടെയെങ്കിലും നല്ല ഊട്ടി എത്തിയിട്ട് നല്ല സ്പോട്ട് നോക്കണം, ടെൻ്റ് അടിക്കണം, ഫുഡ് കഴിക്കണം. അതൊക്കെയാണ് ഇനി ബാക്കി പരിപാടികൾ. അതില് അങ്ങനെയൊക്കെയാണ്. ഓടാ മഞ്ഞ് പോകുന്നത് കണ്ടോ സുഹൃത്തുക്കളെ? നോക്കിയാ യൂൻസിന്റെ മുഖത്ത് കൂടെ നല്ല രക്ഷയില്ല ഗൈസ്. വണ്ടി മുന്നോട്ട് പോവാന് എങ്ങനെ ഇപ്പൊ എന്താ ചെയ്യാന്ന് അറിയില്ല. ഭയങ്കര തണുപ്പ്. നിങ്ങൾക്ക് എന്റെ ചുറ്റും ഇപ്പൊ കാണാം. ഭയങ്കര തണുപ്പാണ്. കോടങ്ങനെ വരികയാണ്. വർക്കണ കണ്ടില്ലേ നിങ്ങൾ? അതിനുള്ള ഇതൊന്നും എടുത്തില്ല. ഊട്ടിയിൽ തണുപ്പില്ലാന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ല. ഗൈസ് ഭയങ്കര വിഷയാ. അറിയില്ല നമ്മളെപ്പോ എത്തുന്നില്ലേ. ഇനി ടെന്റ് അടിക്കണം, ഫുഡ് കഴിക്കണം. സെറ്റാക്കാം. ക്യാമറമാൻ അരിന്റെ ഒപ്പരം ഫാസിൽ, ഷെയർ. ഓക്കെ, ടെന്റ് അടിക്കുമ്പോഴുള്ള വീഡിയോ കാണിച്ചു കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. മട്ടൻ എടുക്കാം. പൊറാട്ടിന്റെ സാലനല്ല, ചളിയിൽ മുങ്ങി കേസ്. ഷൂ കാണിക്ക് ചെയ്ത് നോക്കുക. ഊട്ടിയിലെത്തി.
എൻ്റെ അടിക്കാനുള്ള സ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നല്ല തണുപ്പാ, നല്ല ചളിക്ക്. അങ്ങനെ ഒരു പൈപ്പ് കിട്ടി നീണ്ട നടുവിൽ. ചളി, നല്ല തണുപ്പ്, ക്യാമറൊക്കെ ഷെയ്ക്കാവുണ്ട്. ഇവിടൊക്കെ എത്തി ഗൈസ്. ടെൻ്റടി തുടങ്ങാണ്. സ്പോട്ട് കിട്ടിയാണ് തൽക്കാലത്തേക്ക്. ഇവിടെ അടിക്കാന്നാണ് വിചാരിക്കണേ. ഇതടിച്ച് നല്ല കിടക്കണം. കൈ വറക്കണ നായ്ക്കളെ പരിപാടി. ഫൈനലി ടെന്റ് എങ്ങനൊക്കെ ഒരു വിധം സെറ്റ് ആക്കീന്, പറയണ്ട. അതിന് പറത്തിക്കൂലെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ടെന്റ് നിൽക്കണ ഫ്രെയിം ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, അത്യാവശ്യം വിളിച്ചൊക്കെ ഉണ്ട്. അങ്ങനെയാണ് വഴങ്ങി. അതിൻ്റെ അടുക്കടെ ചളിയിലൊക്കെ പോയി ആകെ വിഷയമായി. എൻ്റെ ഉള്ളിലിപ്പോൾ നിലവിലാരും ഇല്ല. ആലുണ്ട് അങ്ങനെയൊക്കെ. ഇപ്പം ബാക്കിയൊക്കെ രാവിലെ നമുക്ക് അവിടെ ആരും പറത്തിച്ചോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, ഫൈനൽ ഗൈസ് ടെൻ്റൊക്കെ അടിച്ച് ഉള്ളിൽ ആൾട്ടായിട്ടുണ്ട്. ഞങ്ങളെ സീനാണ് വഴുത്ത വരുന്നുണ്ടോ. സെറ്റപ്പ് ആക്കിയാണ്. വലിയ തണുപ്പൊന്നും ഇല്ല, എന്നാലും ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇനി രാവിലെ ആവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് രാത്രി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചുതരാം അല്ലേ. ഗൈസ് എണീച്ചു ഗൈസ്. വളരെ നല്ല ഉറക്കമൊന്നും അല്ലേ ഇനി, നല്ല തണുപ്പേനി. ചാൻസസ് നല്ല ഉറക്കല്ലേ ഇറങ്ങിയോ. അപ്പോൾ എണീച്ചൊക്കെ ചെയ്ത് ചെറിയൊരു വിഷയം എന്താ വെച്ചാൽ ഒരുത്തരെ കാണില്ല രാവിലെ ആയപ്പോൾ. എന്താ ചെയ്യുക അറിയില്ല. ഞാനൊരു ഷെയർഖാനല്ലേ, ഷെയർഖാനെ കാണില്ല. വിഷയമാണ് കേസ്. ഒരു കുതിര ഉണ്ട് ഇവിടെ. എന്താ ഇതാണ് ടെൻ്റ്, ഇതിൻ്റെ ലൊക്കേഷൻ. ഫൈനലി ഊട്ടിയിലെത്തിയിരിക്കണ്. ഇന്നലത്തെ രാത്രിക്കത്തെ കാര്യമൊന്നും പറയണ്ട. തണുപ്പ് എന്ന് പറഞ്ഞാലോ, പുറപ്പെടുക്കാൻ പറഞ്ഞത് നല്ല രസമുണ്ട്. പിള്ളേർ വയ്ക്കലുണ്ട്. എന്തായാലും ചെറിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോണ്. രാവിലെ കാണാതായി, അത് ഏറ്റവും വലിയ ഓടി. ആരോ തട്ടി കൊണ്ടുപോയി. എൻ്റെ അടുത്തതാണെങ്കിലോ പറയില്ല. സ്റ്റാൻഡ് അപ്പത് ഞങ്ങള് ഊട്ടിയിലെ അതിപ്രശസ്തമായ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഉള്ളത്. അല്ലെ ഇന്നലെ രാത്രി സ്റ്റേനെ പറ്റി ഞങ്ങൾക്ക് എന്താ പറയുള്ളത്? ഇതിനു മുമ്പ് എങ്ങനെ ചെയ്തണോ തണുപ്പൊക്കെ? എന്താ പറയാ, തണുപ്പുണ്ടേനോ? തണുത്ത് വെളുത്തോ ചെക്ക്. ഈ മണ്ടനെ കാണാനല്ലോ രാവിലെ, അത് ഏറ്റവും വലിയ രാവിലെ ചായ കുടിക്കാൻ ഉറക്കം വരണ്ടേ. വണ്ടിക്ക് അവിടെ ഉണ്ട്. വാട്ട ചായ കിട്ടിയോ? അതിനാണ് 15. എന്തായാലും അലിക്ക് തണുത്തടുത്ത് മീശും താടിയൊക്കെ നല്ലോണം പൊന്തി നോക്കിയാ. നല്ലതായി, നല്ല കുത്തി മീശും താടിയായി ഇപ്പൊ എനിക്ക്. അങ്ങനെ നമ്മള് ട്രെയിനിൽ കയറാൻ കഴിയുമോ നോക്കാം.
ട്രെയിൻ തന്നെയല്ലേ? ആ ട്രെയിൻ. ഊട്ടി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ നിലവിലുള്ളത്. ട്രെയിൻ കിട്ടുമോ നോക്കുക. ട്രെയിൻ പാട കിട്ടിയ പൊളിക്കും. കണ്ടോ ഫ്രെയിം നോക്കി. ഫ്രെയിം ഫൈനല് ഊട്ടി ട്രെയിൻ എത്തിയിരിക്കുക. പോകാൻ പോവാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ വിഷ്വൽസ് ഇങ്ങോട്ടേക്ക് ട്രെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കട്ടെ. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ പകർത്തും. കുഴപ്പമില്ല, ഒന്നും ഇല്ലാതെ ട്രെയിനാകുന്നുണ്ട് അല്ലേ? അല്ല എ സി കണ്ട ഊട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ഉമ്മേ ഞങ്ങൾ റിട്ടേൺ ഇറങ്ങുകയാണ്. അപ്പം ചായ അടിക്കാൻ കയറിയാണ്. ഞങ്ങൾ റിട്ടേൺ ഇറങ്ങിയനി നാടുകാണി എത്തി. നല്ല മഴ എത്തി. നല്ല മഴ ഇത് കുടുങ്ങി കിടക്കാതെ അടിയൊക്കെ. മഴക്ക് ഒരു കുറവുമില്ല. അപ്പോൾ ഇനി വ്ളോഗിങ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും തോന്നുന്നില്ല. കാരണം എനിക്ക് വിഷയം വെക്കും. നല്ല മഴ, കേരളത്തിലൊക്കെ നല്ല മഴ. ഞങ്ങളെ ഹോട്ടലിലായിട്ട് ഇപ്പോൾ ടെൻറ്റിൻ്റെ ഒക്കെ ഇട്ട് പൊതിഞ്ഞ് പോകാനുള്ള പരിപാടിയാണ്. നല്ല മഴ തങ്ങ് അടിച്ചെത്തി. ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് കണ്ടോ? ഇവര് കണ്ടോ? വിറയലാണ്, എല്ലാവർക്കും വിറയലാണ്. അപ്പം അങ്ങനെയാണ് അവസ്ഥകളൊക്കെ പറയുന്നത്. ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ നിർത്തുകയാണ് ഞാൻ അവിടുന്ന് ഒരു വൈൻഡപ്പ് ചെയ്യാം. അതിനിപ്പോൾ നടക്കുള്ളൂ. മഴയും കാറ്റും തണുപ്പും സീനാണ്. കുറച്ച് സീനാണ്. നല്ല ആസ്വദിച്ച് ദിവസം ഇപ്പോൾ അല്ലെങ്കിൽ ഒരു സൈഡ് പോലും ഫ്രീ ആവാണ്ട് കെട്ടണം. കണ്ടോ ഷോട്ടില്ലാത്തുള്ള സെറ്റപ്പ്. ടെന്റിന്റെ അതൊക്കെ കെട്ടിയിട്ട് ചെയ്യാം. ഒരു ബസ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ബാക്ക് ടു ഹോം ടൗൺ എത്തി. അവിടെയും കോട, ഫുള്ള് കോട. കോട കൊണ്ടൊരു കണ്ടാറ്റി അറിയില്ല. അത് നേരെ എന്താ എൻ്റെ അവസ്ഥ? കോട കോട കോട. എന്തായാലും അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും തായ് എന്ന് പറയും.